നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഈ മനുഷ്യനാ യഥാർത്ഥ ശല്യം. ഞാൻ ശല്യാണെങ്കിലേ ഇവിടെ വിട്ട് എങ്ങോട്ടെങ്കിലും പൊയ്ക്കൂടെ നിങ്ങൾക്ക്? അത് ഞങ്ങൾ തീരുമാനിച്ചോളാം. ഇയാളുടെ അഡ്വൈസ് വേണ്ട. എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ലെന്ന് വിചാരിക്കരുത്. കേസ് കൊടുത്തത് പിൻവലിക്കാൻ വേണ്ടി നിങ്ങൾ ഇറക്കുന്ന ഓരോ നമ്പറുകളായത്. അതെ, അങ്ങ് കൈ വച്ചാ മതി, എന്നോട് എടുക്കണ്ട. ഹരി, അപ്പുറത്തെ മനുച്ചേട്ടനോട് ഞാൻ ഇത്തിരി നേരം വർത്തമാനം പറഞ്ഞു നിന്നുപോയി. അതൊരു മഹാ അപരാധമായി ഇവിടെ ഒരാൾക്ക്. എന്താ ജയ ഇത്? നിങ്ങൾ രണ്ടുപേരും കണ്ടാൽ എപ്പോഴും കീരിയും പാമ്പും പോലാണല്ലോ. ആ വീട്ടിലുള്ള ഒരാളോട് പോലും ഞാൻ മിണ്ടാൻ പാടില്ല അച്ഛമ്മേ. അപ്പൊ വരും ചേട്ടൻ വാളെടുത്ത് തുള്ളിക്കോട്ട്. ഞാനൊരു വെറും ചീപ്പ് മെക്കാനിക്കായി പോയല്ലോ. അതേടാ, നമ്മളൊക്കെ നിരന്തരം ദ്രോഹിച്ച. മതി, നിർത്ത്. നാഴിക്ക് 40 വട്ടം പറയുന്നതാ ആ ദ്രോഹത്തിന്റെ കഥ. 40 അല്ല, 4000 വട്ടം പറയും ഞാൻ ആ ചതിയുടെ കഥ. എന്റെ ശ്വാസം നിലയ്ക്കോളം പറയും. നിനക്കതൊന്നും കേൾക്കാമെങ്കിലേ ചെവിയും പൊത്തി ഇരുന്നോ ഇവിടെ? അതെ, അങ്ങനെ ചെവി പൊത്തിരിക്കുന്നതിലും ഭേദമേ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകുന്നതാ. ജയ, നീ ഇതെവിടെ പോവുക? ചേട്ടൻ പറഞ്ഞല്ല അച്ഛൻ കേട്ടില്ലേ? മടുത്തച്ഛൻ, മടുത്തു. മനസ്സമാധാനം കിട്ടുന്ന എവിടേക്കെങ്കിലും പോവാ. ജയ, ഊണായില്ലേ? ആയി വല്യേട്ടാ. എന്നാ വിളമ്പ്. മതി മതി. ഹരിക്ക് ആ മീൻകറി വിളമ്പി കൊടുക്കുമോളെ. മീൻകറിയൊക്കെ ഉണ്ടായിരുന്നോ?